സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇത് സാമ്പത്തിക തട്ടിപ്പിൻ്റെ വസന്തകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓഹരി വിപണിയുടെ പേരിൽ 99% തട്ടിപ്പ് നടക്കുമ്പോൾ മറ്റ് സാധാരണ ജീവിതം ശരാശരി ആൾക്കാരുടെ ഒരു ശരാശരി വരുമാനക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റും എന്താ പറയുക ആർമാദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ തട്ടിപ്പുകൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ക്രാപ്പ് ട്രേഡിങ്ങിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ അഡ്രസ്സ് വെച്ച് ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ 5-6 മാസം വന്നു നിന്നു. അദ്ദേഹം ആദ്യം വന്നത് ഒരു മാരുതി ഓംനി വാനുമായി വന്നു. ഓരോ വീടുകളിലും കയറി സ്ക്രാപ്പ് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നല്ല വിലയും കൊടുക്കും. മറ്റുള്ള ഈ അണ്ണാച്ചികൾ കൊടുക്കുന്നതിനേക്കാൾ നല്ല വില കൊടുത്ത് അദ്ദേഹം പ്ലാസ്റ്റിക് വാങ്ങും. പിന്നെ ഒരു 5-6 മാസം കൊണ്ട് അയാൾക്കൊരു 5-6 തൊഴിലാളികളായി ഇദ്ദേഹം സ്ക്രാപ്പിനും പോകാതെ പിന്നെ അദ്ദേഹത്തിന് വണ്ടിയും കാര്യങ്ങളൊക്കെ വലിയ ലക്ഷറിയായി. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഈ പരിചയപ്പെട്ട വീടുകളിലൊക്കെ പോയിട്ട് ഇതേപോലെ എനിക്ക് വേറെ എക്സ്ട്രാ ബിസിനസ് ഉണ്ട്, 10,000 രൂപ നിക്ഷേപം തന്നു കഴിഞ്ഞാൽ മാസമായി 500 രൂപ നിങ്ങൾക്ക് റിട്ടേൺ തരാം എന്ന രീതിയിൽ ഓരോ പാവപ്പെട്ട, അതായത് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളുടെയും അങ്ങനെയൊക്കെയുള്ള പാവപ്പെട്ട ആൾക്കാരുടെ ഒക്കെ വീടുകളിൽ ചെന്ന് ആദ്യം ആരും കൊടുത്തില്ല. പക്ഷേ 4-5 പേരോ ആദ്യത്തെ മാസം കൊടുത്തിട്ടുണ്ട്. അവർക്ക് പിറ്റേത്തെ മാസം 2-ാം തീയതി തന്നെ ഇദ്ദേഹം 500 രൂപ വീട്ടിലെത്തിച്ചു കൊടുത്തു. അതോടുകൂടി അതൊരു ഭയങ്കര പബ്ലിസിറ്റി ആയിപ്പോയി. അദ്ദേഹത്തിന് ഒരുപാട് പേര് കാശ് കൊണ്ടുപോയി കൊടുത്തു. പിറ്റേത്തെ മാസം എല്ലാവർക്കും കൃത്യമായിട്ട് 2-ാം തീയതി തന്നെ റിട്ടേൺ 500 രൂപ വെച്ച് 10,000 രൂപയ്ക്ക് 500 രൂപ എന്ന രീതിയിൽ റിട്ടേൺ അദ്ദേഹം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം അദ്ദേഹം ഈ വന്നിട്ട് ഒരു വർഷക്കാലമാണ് ആ നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അറിവിൽ അദ്ദേഹം ഏകദേശം 40 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ ആ നാട്ടിൽ നിന്നും പിരിച്ചിട്ടുണ്ട്. 10,000 രൂപ കൊടുത്ത അപൂർവം തുടക്കത്തിൽ ജോയിൻ ചെയ്തവർക്ക് 4,500 രൂപയൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ട് ഇത്രയും 5-6 മാസത്തെ റിട്ടേൺസ് കിട്ടി എന്നറിഞ്ഞപ്പോൾ വലിയ പണക്കാർ, അത്യാവശ്യം സാമ്പത്തിക കഴിവുള്ള ആൾക്കാർ അവിടെ വലിയ എമൗണ്ടുകൾ, അതായത് 8 ലക്ഷവും 7 ലക്ഷവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കാശെടുത്തിട്ട് ഏകദേശം, അതായത് കൃത്യമായ രേഖകളിലൂടെ അല്ലാതെ പരസ്പരം സംസാരിച്ചതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് 40 മുതൽ 50 ലക്ഷം രൂപയായിട്ട് പുള്ളിക്കാരൻ അങ്ങ് മുങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് രേഖകളില്ല. കാരണം ഇയാളെ കണ്ട് വിശ്വാസം വന്നതിന് ശേഷമാണ് ആൾക്കാർ ഈ കാശ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പുള്ളിക്കാരൻ വ്യക്തമായ പ്ലാനിങ് ആയിരുന്നു. ഒരു വർഷത്തെ ടൈം പീരീഡിനുള്ളിൽ 50 ലക്ഷം രൂപ കളക്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ 6 മാസം അദ്ദേഹം ഒരു ട്രയൽ പീരീഡായിട്ട് വെറുതെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടൈസിങ് കോസ്റ്റായിട്ട് ആദ്യത്തെ 6 മാസം തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. പിന്നീടുള്ള 6 മാസം ക്യാമ്പയിൻ സ്ട്രോങ് ആക്കി പിന്നീട് റിസൾട്ട് കിട്ടിയപ്പോൾ ആളിൻ്റെ വഴിക്ക് പോയി. പിന്നീട് അദ്ദേഹം പത്തനംതിട്ട ഏതോ ഒരു അഡ്രസ്സാണ് കൊടുത്തത്. അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ ആ ഒരു സ്ഥലം പോലും കൃത്യമല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സോ വിശ്വാസ വഞ്ചന എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇതേ സംഭവങ്ങൾ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേരിലും ഇതേ രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആൾക്കാരെ, അതായത് നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ എന്തെങ്കിലുമൊക്കെ അഡ്മിനൊക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലെ മെമ്പറൊക്കെ ആണെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരാളെ കുറച്ച് കൂടുതൽ സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ ഇവർ കോൺടാക്ട് ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് നിങ്ങൾ 10,000 രൂപ തന്നാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് ഡെയിലി 500 രൂപ തരാം. അങ്ങനെ നല്ല പ്രോഫിറ്റുള്ള പരിപാടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഡെയിലി 500 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഇദ്ദേഹത്തോട് വാങ്ങിച്ച കാശ് തന്നെയാണ് ഈ തിരിച്ചു കൊടുക്കുന്നത്. അതറിയാതെ ആ പാവത്താൻ അത് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു നല്ല കാര്യം വരുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളെ കൂടി ആ നല്ല കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയി ചാടിക്കാൻ ശ്രമിക്കുമല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ ഗ്രൂപ്പുകളിൽ അവിടെ ഇവിടെ എനിക്കിങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തിയിട്ട് നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്, വേണ്ടവർ ഇപ്പം തന്നെ നോക്കിക്കുമോ എന്ന് പറയും. അങ്ങനെ അപ്പോൾ ഇവരുടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് 10,000 നിന്ന് 1 ലക്ഷം, 2 ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും, കാരണം ഇത്രയും അക്കൗണ്ടുകൾ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പണം ഒഴുകും. ആദ്യം നിക്ഷേപിക്കുന്ന ഇവർക്ക് കൃത്യമായൊരു ടൈം പീരീഡ് ഉണ്ടാകും. ആ ടൈം പീരീഡ് വരെയും ഒഴുകിയെത്തുന്ന പണത്തിനൊക്കെ അവർ റിട്ടേൺ കൊടുക്കും. അത് ഈ ആദ്യം കിട്ടിയ ആൾക്കാരുടെ പണമെടുത്ത് പിന്നീട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്ത് നല്ല ഒരു എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു നിക്ഷേപം വന്നു കഴിയുമ്പോൾ പിന്നീട് ഇവർ അഡ്രസ്സ് ഉണ്ടാവില്ല. അവർ ഏതെങ്കിലും നാട്ടിലേക്ക് ആ സമയം കൊണ്ട് സകല പണവും വലിച്ചിട്ട് മുങ്ങിയിട്ടുണ്ടാവും. പിന്നെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് നമ്മൾ ഇവരെ പരിചയപ്പെട്ടത് എന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. കൃത്യമായ ഒരു രേഖയും ഉണ്ടാവില്ല ഇതിനകത്ത്. പിന്നെ ഫോൺ നമ്പർ പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ആൾക്കാരുടെ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചെടുത്ത ഫോൺ നമ്പറൊക്കെ ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നത്. കാരണം
നമ്മൾ ഒരാളുമായിട്ട് പരിചയപ്പെടുമ്പം അദ്ദേഹം ജെന്യൂൻ ആണോ എന്ന് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ലീഗലി വെരിഫൈ ചെയ്തിട്ടല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക അല്ലേ. നമ്മൾ പരിചയപ്പെട്ടു എന്നുള്ളത് എന്താ നമ്പർ കൊണ്ടോ ആ നമ്പർ തന്നു, പിന്നീട് അതിനകത്ത് സ്ഥിരം വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് സംശയം തോന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് അങ്ങേര് കാണാതാകുമ്പോൾ നമ്മൾ ആ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ പിന്നീട് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടെങ്കിൽ ലീഗലി പോകുമ്പോഴാണ് ആളുടെ പേര് പറഞ്ഞതും ഫോൺ നമ്പറിലുള്ള രജിസ്ട്രേഷൻ പേരൊക്കെ വേറെയാണ് എന്നുള്ളത്. അതും അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഫോണുണ്ട് എന്ന കാര്യം. അങ്ങനെയൊക്കെയുള്ള കുറേ തട്ടിപ്പുകൾ ഇത് വളരെ വ്യാപകമായിട്ട് നല്ല സിറ്റികളിൽ നടക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ ഈ പരിപാടി അധികം വിജയിക്കില്ല. അതുകൊണ്ടാണ് ഇത് സിറ്റികൾ, കാരണം പെട്ടെന്ന് പബ്ലിസിറ്റി ആയി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരൊക്കെ സിറ്റിയിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. കൂടുതൽ വണ്ടി ഓടാതെ തന്നെ കാര്യങ്ങൾ നടക്കും എന്നതുകൊണ്ടാണ് സിറ്റി ബേസ്ഡ് ആയിട്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. അതേപോലെ ശരിക്കും നമ്മുടെ നാട്ടിൽ പകൽ കൊള്ള എന്ന രീതിയിൽ തന്നെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതായത് എനിക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അതേപോലെ ഈ ഇതിൽ ആൾക്കാർ ഷെയർ ചെയ്യുന്നു, ചേട്ടാ എനിക്ക് ഇത്ര രൂപ പോയി, ഇങ്ങനെയാണ് അത് പറ്റിച്ചത്, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ എന്നോട് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് കൂടുതലായിട്ടും എനിക്ക് ഇത്തരം അറിവുകൾ പകർന്നു തരുന്നത്. അപ്പോൾ കൃത്യമായിട്ടും പകൽ കൊള്ള തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്യാവശ്യം ട്രേഡിങ് തുടങ്ങുന്ന ആൾക്കാരോട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഫണ്ട് തന്നേക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് തരാം എന്ന രീതിയിൽ പറഞ്ഞ് ആ ഫണ്ട് വാങ്ങിച്ചതിന് ശേഷം ഒരു വിധത്തിലും റെസ്പോണ്ട് ചെയ്യാതെ ഫോണിൽ അല്ലെങ്കിൽ നേരിട്ട് ചെന്നാലും ഒന്നിൽ നഷ്ടം വന്നു എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് രേഖകളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ അതും സാധിക്കില്ല. അങ്ങനെ പല പ്രശ്നങ്ങളിൽ പെട്ട് പൈസ പോയി നിരാശപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് നിങ്ങളാരും അങ്ങനെ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പകൽ കൊള്ള നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. കോഴിക്കോട് ഭാഗത്തുനിന്ന് ഒരുപാട് ലക്ഷങ്ങൾ തട്ടിയിട്ട് പിന്നീട് അതായത് ലോൺ എടുത്തിട്ടൊക്കെ കാശ് കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവർ അവസാനം അന്വേഷിച്ച് ചെന്നെത്തിയപ്പോൾ ഇദ്ദേഹത്തെ കൊടകിലെവിടെയോ വലിയൊരു എസ്റ്റേറ്റ് വാങ്ങിച്ച് അതിൻ്റെ നടുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന ആളെ കണ്ടെത്താൻ പറ്റി എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ, അവരവർക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കാശ്, പ്രത്യേകിച്ച് പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലായാലും പണ്ട് കാലത്ത് ഒരു എന്താ പറയുക, മനസ്സിലൊരു കുത്തലുണ്ടാവും. നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കുത്തലുണ്ടാവും. പക്ഷെ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറക്ക് അങ്ങനെയുള്ള എനിക്ക് കാശ് വേണം, അത് എവിടെ നിന്ന് കിട്ടും, അത് കിട്ടുന്ന രീതിയിൽ, അത് മറ്റവൻ ഏത് രീതിയിൽ ഉണ്ടാക്കിയതാണ്, അവൻ കഷ്ടപ്പെട്ട പൈസയാണ് എന്നില്ല, ആ ഒരു മോറൽ വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. എന്നാലും എന്താ പറയുക, സംസ്കാരത്തെയോ അല്ലെങ്കിൽ ആ സംഭവങ്ങളെയൊന്നും കുറ്റം പറയാൻ ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ സമയം മെനക്കെടുത്തുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ നടക്കുന്ന തട്ടിപ്പുകളാണ്. സോ ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങൾക്കായാലും ഇതേപോലെ പെട്ടെന്ന് ക്വിക്ക് പ്രോഫിറ്റ് തരാം എന്ന് പറഞ്ഞ് ആര് തന്നെ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിലേക്ക് പണം നിക്ഷേപിക്കരുത്. അതുപോലെ വേറൊരാളെ പൈസ കൊടുത്തിട്ട് എനിക്ക് വേണ്ടി പണിയെടുക്കൂ എന്ന് പറഞ്ഞ് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക്, ഇപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ എനിക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന ഉറപ്പ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വന്ന് കാശ് ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് നേരെ കൃത്യമായിട്ടും ഇവിടെ എന്താ പറയുക, ബാങ്കിൽ പോവുക, എൻ്റെ പ്രോപ്പർട്ടീസ് പണയം വെക്കുക, എത്ര ലക്ഷം കോടികൾ വേണം അതെടുക്കുക, എന്നിട്ട് ഇവിടെ ട്രേഡ് ചെയ്യുക. 2-3 മാസം കൊണ്ട് അല്ലെങ്കിൽ ബ്ലേഡ് പലിശയൊക്കെ എടുത്താൽ പോലും 2-3 മാസം കൊണ്ട് ആ പ്രോഫിറ്റ് കൊടുത്ത് അക്കൗണ്ട് സെറ്റിൽ ചെയ്യുക, ആഘോഷമായിട്ട് ജീവിക്കുക. എന്തിനാണ് നിങ്ങൾ അതിൻ്റെ ഇടയിൽ വലിച്ചിഴക്കുന്നത് അല്ലേ? പക്ഷേ എന്നിട്ടും ആൾക്കാർ മറ്റുള്ളവരോട് കാശ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു 5% ആൾക്കാർ ജെന്യൂനാണ്. കാരണം അവരുടെ മുന്നിൽ സ്കിൽസ് ഉണ്ടാവും, പക്ഷെ അവർക്ക് ചിലപ്പം സോഴ്സ് ഓഫ് ഇൻകം ഒരു രീതിയിലും പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ബാക്ക് സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത ആളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു എങ്കിൽ മറ്റൊരാളുടെ കൂടെ നിന്നാലേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള 5% ആൾക്കാരുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ബാക്കിയുള്ള 95% മറ്റുള്ളവരുടെ ഫണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ സ്കിൽസിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കണം എന്ന ചിന്തയിൽ മാത്രമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു സംഭവമാണ്, വലിയ പ്രശസ്തരായ ആൾക്കാർ, അവർ പ്രധാനമായിട്ടും ദുബായ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ ആയിരിക്കും അവരുടെ താവളം. അവർ നാട്ടിൽ വരും, ഇടയ്ക്ക് വലിയ ബിസിനസ്സിന് നിക്ഷേപങ്ങൾ ക്ഷണിക്കും, നിക്ഷേപങ്ങൾ വാങ്ങും, ദുബായ് കമ്പനിയുടെ പേരിൽ അഗ്രിമെൻറ്റും കാര്യങ്ങളും കൊടുക്കും.
പിന്നീട് ആ കാശ് ഏതിലേക്ക് കൂടി പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി നഷ്ടത്തിലാണെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ എഗ്രിമെൻറ്റിൽ ഒന്നും തന്നെ ഈ ആളിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പ്രധാനമായിട്ടും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലും ഈ രീതിയിൽ ഫണ്ട് വാങ്ങിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഡോക്യുമെൻറ്റിൽ നമ്മളിപ്പോൾ ഒരു പൈസ കൊടുത്ത് നമുക്കൊരു ഡോക്യുമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ എഴുതി തരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വിശ്വസിക്കുക ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു രേഖ കിട്ടുമ്പോഴാണല്ലേ. എന്തായാലും എൻ്റെ കാശ് അവിടെ ഇല്ല, ഒന്നുമില്ല, കസേരയും മേശയും പെറുക്കി വെച്ചിട്ട് എനിക്ക് എൻ്റെ കാശ് എടുക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രതീക്ഷയാണ് ഇവർ മുതലെടുക്കുന്നത്. അപ്പോൾ അവർ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ദുബായിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ഒരുപാട് ഫ്രീ സോണുകളുണ്ട്. ഫ്രീ സോണിൽ ഒരു ടേബിളും ഒരു ചെയറും കിട്ടുന്ന അങ്ങനെയുള്ള ചെറിയ സെറ്റപ്പുകളുണ്ട്. ഈ നാട്ടിൽ 5 ലക്ഷം രൂപയിൽ താഴെ മാത്രം മുതൽ മുടക്കിയാൽ അവിടെ ഒരു കമ്പനി പേരും കിട്ടും, അവർക്ക് ഇരിക്കാനൊരു ചെയറും കസേരയൊക്കെ ഒരു ടേബിളും ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ കിട്ടുന്ന ചെറിയ, ഇപ്പോൾ നമ്മുടെ നാട്ടിലും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ ഇങ്ങനെയുള്ള ചെറിയ ഓഫീസ് സെറ്റപ്പ്, അത്തരം സെറ്റപ്പുകൾ വിദേശത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ലെറ്റർ ഹെഡിലാണ് ഇവിടെ ഡോക്യുമെൻ്റ് കൊടുക്കുന്നത് പ്രൂഫായിട്ട് പണം വാങ്ങുന്നതിന്. പണം വാങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ആൾ പണം ചോദിച്ചാൽ തിരിച്ചു കൊടുക്കില്ല. സംഭവം തട്ടിപ്പ് തന്നെയാണ്, പറ്റിക്കൽസ് തന്നെയാണ്. അങ്ങനെ പറ്റിച്ച് ഇവർ നിയമപ്രകാരം ഒരു ലീഗൽ ആക്ഷന് പോയി കഴിഞ്ഞാൽ വിദേശത്തുള്ള ഒരു കമ്പനിക്കാണ് പണം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള കേസിനായിട്ട് ഇവർ പോകേണ്ടി വരും. അപ്പോൾ വലിയ ചിലവാകും. അപ്പോൾ കയ്യിലുള്ള പോയതിനേക്കാൾ കൂടുതൽ ഇനി ഈ കേസ് നടത്താൻ വേണ്ടി വരും എന്നതിനാൽ അവർ അതിൽ നിന്ന് ഒഴിവാക്കും. കാരണം വേറൊരു രീതിയിൽ അത് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. ആ പ്രസ്തുത വ്യക്തി ചിലപ്പോൾ ആ സമയം കൊണ്ട് മുങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം ലൈവിലുണ്ടെങ്കിൽ പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്താ പറയുക, അതെല്ലാം നഷ്ടമായിരുന്നു, ലോസായിരുന്നു, ട്രേഡിങ്ങിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉരുണ്ട് കളിച്ചാൽ അദ്ദേഹത്തിന് വല്ലപ്പോഴും കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുത്താൽ പോലും ഒരു തെളിവും ഇല്ല എന്നതിൻ്റെ പേരിൽ അദ്ദേഹം നിയമപ്രകാരം തന്നെ ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുകയും ചെയ്യും. സോ അങ്ങനെ ഒരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ എന്താ പറയുക, ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് പ്രശസ്തരായ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സ് പെട്ടെന്ന് ദുബായിലേക്ക് പോയിട്ട് അവിടെ കമ്പനി ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയുന്ന കാണുമ്പോൾ ഇദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് നല്ല നിക്ഷേപം കിട്ടുന്നുണ്ട്, സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. പിന്നെ മറ്റൊരു രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതും നിങ്ങൾ ഞാനീ പറയുന്നതുകൊണ്ട് മുഴുവൻ ആൾക്കാരെയും കരുതേച്ച് കാണിക്കരുത്. കാരണം ഒന്ന്, നിങ്ങൾക്കിപ്പം വിദേശ മാർക്കറ്റ് US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം, അതേപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം, ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യണം. നിയമപ്രകാരം നിങ്ങൾക്ക്, അതായത് നിങ്ങൾ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആളാണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ അവിടെ ഒരു വിദേശ കമ്പനി വിദേശത്ത് ഒരു ഓഫീസ് തുറക്കേണ്ട, കാരണം അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംഘടനകൾക്ക് കൃത്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അവർക്ക് US മാർക്കറ്റിലും ദുബായിൽ ഫ്രീ സോണിൽ കമ്പനി ഓപ്പൺ ചെയ്ത് അവർക്ക് ഫ്രീ സോൺ US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും ബിറ്റ് കോയിനിലും ഒക്കെ ക്രിപ്റ്റോയിലും ഒക്കെ ഏത് അക്കൗണ്ട് ഏത് നാട്ടിലുള്ള ഇതിനകത്ത് വെച്ചിട്ടും അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവിടെ ടാക്സിലും ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. അവരൊക്കെ ഞാൻ എന്താ പറയുക താറടിച്ച് കാണിക്കുകയല്ല, അങ്ങനെ വളരെ നീറ്റായിട്ട് സമാധാനത്തോടുകൂടി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അവർക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അവരുടെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഹാപ്പി ആയിരിക്കും. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കുറേ ഉഡായിപ്പ് ടീംസിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് തരുന്ന ഡോക്യുമെൻ്റ്, നിങ്ങൾ ഇവിടുന്ന് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഡോക്യുമെൻ്റ് ഇവിടെയുള്ള വ്യക്തിയുടെ പേരിലോ ഇവിടെയുള്ള സ്ഥാപനത്തിൻ്റെ പേരിലോ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും നിർബന്ധമുള്ള കാര്യം. അത് നിങ്ങൾ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ ക്രിപ്റ്റോയുടെ പേരിൽ ഏതെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് റെഫറൽ ലിങ്ക് ഉണ്ടായതൊന്ന് നോക്കിക്കോ, നല്ല അടിപൊളി സെറ്റപ്പാണ്, അവരുടെ ട്രെയിനിങ് ഉണ്ട് എന്നൊക്കെ പറയും. നമ്മൾ വെറുതെ കയറി നോക്കും, അതിനകത്ത് അവരെ ട്രെയിനിങ് തരും, ഡെമോ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പം പറയും ഒരു മിനിമം വലിയ എമൗണ്ട് ഒന്നും ഇടരുത്, ഇതാണ് അതുകൊണ്ട് ഒരു 10,000 രൂപ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നമ്മൾ 10,000 രൂപ ഇട്ട് നമ്മൾ നോർമലി ഏതൊരു ട്രേഡിംഗ് ആപ്പിലേക്കും പണം ലോഡ് ചെയ്യുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ PayTM അങ്ങനെയുള്ള എന്തെങ്കിലും UPI ട്രാൻസാക്ഷൻ വഴിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവരുടെ ഇത് ഏതെങ്കിലും റഷ്യയിലോ അല്ലെങ്കിൽ US-ലോ കാനഡയിലൊക്കെ അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഏതെങ്കിലും രാജ്യത്ത് രജിസ്റ്റർ ചെയ്തൊരു കമ്പനി, അതൊന്നും നമ്മൾ നോക്കാറില്ല. അതിന് മനോഹരമായൊരു ലോഗോ ഉണ്ടാവും. അപ്പോൾ ആ പേര് ആ ബ്രാൻഡിൻ്റെ പേരിലായിരിക്കും നമ്മൾ അതിനറിയുക. അത് എവിടെ രജിസ്റ്റർ ചെയ്താണെന്നും നമ്മൾ നോക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇന്ന് ഈ UPI-യിലേക്ക് കാശ് അയക്കാൻ പറയും. നമ്മൾ അത് ഏതെങ്കിലും ഹരിയാനയിലോ നോർത്ത് ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് കമ്പനിയോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ
അതിലേക്ക് കാശ് അയക്കാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ഇന്ത്യൻ മണിയാണ് 10,000 രൂപ അയച്ചതെങ്കിലും US$ അതൊരു എന്താ പറയുക $110-120 ഇങ്ങനെ കാണിക്കുന്നു. നമ്മൾ ഓക്കെ, നമ്മൾ അയച്ച പണം കിട്ടിയല്ലോ, കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്നും നമുക്കിതൊരു നെഗറ്റീവ് തോട്ട് വരില്ല. നമ്മൾ ചിലപ്പം ഒന്നുകിൽ ഈ പണം തീരുമ്പോൾ അല്ലെങ്കിൽ ഇത് ലോസായിട്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അത് എന്താ പറയുക നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ആഡ് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ 48 ഹവേഴ്സിൻ്റെ ഒരു ടൈം പറയും. വിഡ്രോവലിന് 48 ഹവേഴ്സും ഇൻസ്റ്റൻ്റായിട്ട് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് പണം അയച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് അത് ടോപ്പപ്പ് ആവും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് അത് നമ്മുടെ അക്കൗണ്ടിൽ വരും. പക്ഷേ വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ 48 ഹവേഴ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ വരും എന്നാണ് പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് അതിലുള്ള ഏറ്റവും വലിയ കളി. ഇതിനകത്ത് നടക്കുന്ന എങ്ങനെ, നമ്മൾ ഇപ്പം ഈ ആപ്പിൻ്റെ ഇതിലേക്ക് പണം അങ്ങോട്ട് നിക്ഷേപിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യയിൽ എവിടെയായിട്ടുള്ളതായാലും, കാരണം നിയമപ്രകാരം അധിക ശക്തമായ പോലീസിങ് ഇല്ലാത്ത ഏരിയയിലാണ് ഇത്തരം അക്കൗണ്ടുകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലേക്കാണ് നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ ഫണ്ട് ഇടുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു IT സൊല്യൂഷൻസ് എന്നുള്ള ഒരു കമ്പനിയുടെ പേരിൽ അവരിപ്പോൾ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വിൽക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു കാശ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് നിയമപ്രകാരം അതിൽ തെറ്റൊന്നുമില്ല. അവർ ഒരു സോഫ്റ്റ്വെയർ വിറ്റതിൻ്റെ പൈസയാണ് എന്ന രീതിയിൽ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ഫണ്ട് 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്നാൽ അത് നിയമപ്രകാരം ഒരു ട്രേഡിംഗ് കമ്പനിയാണ്, അതിലേക്ക് കാശ് വരും, അവരത് ഇത് ചെയ്യുകയും ചെയ്യും. ഇനി സെക്കൻഡ് തിങ്, നമ്മൾ വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ എവിടെ ഇതേപോലെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും, കുറേ കമ്പനികളുണ്ടാവും. അപ്പോൾ നമ്മളോട് പറയുന്നത് 48 ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിയിൽ നിന്നും ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ അന്നേ ദിവസം ട്രാൻസാക്ഷൻ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് അവർ 48 ഹവേഴ്സ് ടൈം, ഏത് അക്കൗണ്ടിലാണ് ഏത് ഏജൻറ്റിൻ്റെ അടുത്താണ് കാശുള്ളത് ആ ഏജൻറ്റിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് വരിക. നമ്മൾ പക്ഷേ ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ട്രേഡിംഗ് ആപ്ലിക്കേഷൻസിൽ പണം ടോപ്പപ്പ് ചെയ്ത് അപ്പോൾ കിട്ടും. വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാലും അടുത്ത വർക്കിംഗ് ഡേയിൽ നമുക്കത് വിഡ്രോവലായി. പക്ഷേ നമുക്ക് കാശ് വരുന്ന അവരുടെ പേരിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലേ. എന്താണോ പേര് കണ്ടത് ആ പേരിൽ നിന്ന് തന്നെയായിരിക്കും കാശ് വരുന്നത്. പക്ഷേ ഇത്തരം ക്രിപ്റ്റോ ആപ്പിലേക്ക് നമ്മൾ കാശ് ടോപ്പപ്പ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേയിൽ കാണിക്കുക ഏതെങ്കിലും ഒരു ട്രേഡിംഗ് കമ്പനിയുടെ പേരായിരിക്കും. നമുക്ക് തിരിച്ച് കാശ് വന്നു കഴിയുമ്പോൾ അതും നമുക്ക് കാണിക്കുന്നു മറ്റേതെങ്കിലും ഒരു ഒരിക്കലും ഈ കമ്പനിയായിട്ട് അതിന് ബന്ധമൊന്നും ഉണ്ടാവില്ല. ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മൾക്ക് ഇങ്ങോട്ട് പണം വരുന്ന ആ ഒരു കമ്പനി ഏതെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയിൽ പെട്ട് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ആയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അക്കൗണ്ടിനെയും അത് ബാധിക്കും. കാരണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 10 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന അങ്ങനെ അല്ലെങ്കിൽ ഹവാലയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനിയാണെങ്കിൽ 10 ലക്ഷം രൂപ എന്തിന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ കമ്പനിയിൽ നിന്ന് വന്നു എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതും 1-2 വർഷം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ പറ്റും. നമ്മൾ പറയും ഇന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കാശാണ് ഇതിൻ്റെ, അതിന് പ്രത്യേകിച്ച് ഒരു തെളിവും ഉണ്ടാവില്ല, നമ്മൾ പ്രശ്നത്തിലാവും, സ്വാഭാവികമാണ്. ഇനി കാശ് അങ്ങോട്ട് അയക്കുന്ന കാശ് ഇവർ എങ്ങനെയാണ് വിദേശത്തേക്ക് കടത്തുന്നതെന്ന് ഞാനിത് കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ച് കുറേ ഓൺലൈൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അതായത് വളരെ കൺസ്യൂമബിൾസ് ഉണ്ടല്ലോ, അതായത് എന്താ പറയുക പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്ന സാധനങ്ങൾ, അതിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൻ്റെ കമ്പനി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്, വിദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. വിദേശത്ത് നമ്മളിങ്ങനെ ഒരു കമ്മീഷൻ ഏജൻ്റായിട്ട് അവർ പറയും നിങ്ങളിങ്ങനെ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യാൻ ഞങ്ങളുടെ ഏജൻസി ഞങ്ങൾ ഫ്രാഞ്ചൈസി തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓപ്പൺ ചെയ്യിച്ചിട്ട് അവർ പറയും ഓക്കെ ഇന്ന് അക്കൗണ്ടുകളിൽ നിന്ന് ഇത്ര വരും, അതിൽ നിങ്ങൾ ഈ അക്കൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണം, അതിൽ ഇത്ര % നിങ്ങൾക്ക് കമ്മീഷൻ. 10 കോടി രൂപ കിട്ടുമ്പോൾ ഒരു 25 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ ആൾക്കാർ അത്തരം ഫ്രാഞ്ചൈസികൾ എടുക്കുകയും ചെയ്യും. ആ ഫ്രാഞ്ചൈസികൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ ആപ്പുമായിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എവിടെയോ വിദേശത്തുള്ള മുതലാളിയുടെ പണം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഏജൻറ്റ് അത് നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെറുതെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് പണം അയക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണെങ്കിൽ വിദേശത്ത് നിന്ന് ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചതായിട്ട് ഒരു ഇൻവോയ്സ് ഉണ്ടാക്കി അവരുടെ കമ്പനിയിലേക്ക് ഇവിടെ നിന്ന് അതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ട്സ് വളരെ പെട്ടെന്ന് ആവിയായി പോകുന്ന പ്രൊഡക്റ്റുകൾ, ടോയ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കായിട്ട് വിദേശത്തേക്ക് പണം ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തതായിട്ട് അവർ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം
ഇവിടുന്ന് 10,000 രൂപ ഏതോ ഒരു ഹരിയാനയിലുള്ള ഒരു കമ്പനിയിലേക്ക് ട്രേഡിംഗ് കമ്പനിയിൽ ഇട്ടു. അവരുടെ കണക്ക് പ്രകാരം അതൊരു സോഫ്റ്റ്വെയർ വാങ്ങിയതിൻ്റെ പേയ്മെൻ്റ് ആണ്. ഇനി അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർ അങ്ങനെ കുറേ കോടികൾ കളക്ട് ചെയ്തിട്ട് അവരുടെ മാസ്റ്റർ ആരാണോ അവരുടെ അക്കൗണ്ടിലേക്ക് സോഫ്റ്റ്വെയർ വാങ്ങിയതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക മിഠായി വാങ്ങിയതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട്, അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് എടുത്തതിൻ്റെ ഒരു അഗെയിൻസ്റ്റ് ഒരു പേയ്മെൻ്റ് ആയിട്ട്, അതായത് ഫിസിക്കൽ ഡെലിവറി ഇല്ലാത്ത സംഭവങ്ങളായിരിക്കും കൂടുതൽ ഇത്തരക്കാർ ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഫിസിക്കൽ ഡെലിവറി വരും, പിന്നീട് ഒരു എൻക്വയറി വന്നാലും ഇതിൻ്റെ ഡെലിവറി എവിടെയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ഡെലിവറി ഇല്ലാത്ത സാധനങ്ങൾ, വിർച്വൽ പ്രൊഡക്റ്റുകൾ, കൂടുതൽ ഗെയിം സാധനങ്ങൾ, ഗെയിം സോഫ്റ്റ്വെയർസ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവർ വാങ്ങിയതായിട്ട് രേഖ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ പേയ്മെൻ്റായിട്ട് വിദേശത്തേക്ക് ഈ പണം അയച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നുള്ള പണം അങ്ങോട്ട് നിയമപ്രകാരം തന്നെ പോയി കഴിഞ്ഞു. പക്ഷേ പിന്നിൽ നടന്നത് വലിയ തട്ടിപ്പാണ്. പിന്നീട് ഇതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവും? ഉക്രൈൻ വാർ വന്നപ്പോൾ കോടികൾ നഷ്ടപ്പെട്ടു, ഒരുപാട് പേരുണ്ടല്ലേ. എന്താ പറയുക, ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം ഇവിടുന്ന് പേയ്മെൻ്റ് അയച്ചത് എവിടത്തേക്കോ ഒരു ഇതിലേക്കായിരുന്നു, ഗൂഗിൾ പേ വഴികളൊക്കെ. അത് ആ ഫണ്ട് പോയത് ലണ്ടനിലേക്കായിരുന്നു. പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രേഡിംഗ് ആപ്പ് ഏതായിരുന്നു പറഞ്ഞാൽ റഷ്യ ബേസ്ഡ് ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഉക്രൈൻ വാറിൻ്റെ സമയത്ത് റഷ്യയും ലണ്ടനും തമ്മിലുള്ള, ലണ്ടൻ ബാങ്ക് അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നതൊക്കെ വാർത്ത കണ്ടു. ഫ്രീസ് ചെയ്തോ എന്നുള്ളത് നമുക്കറിയില്ല. അതോടുകൂടി നമ്മുടെയൊക്കെ പണം നഷ്ടപ്പെട്ടു. പിന്നെ അത് കിട്ടാൻ ഒരു വഴിയില്ലാതായി. അങ്ങനെ മൊത്തത്തിലത് പോയി അല്ലേ, ഒന്നും തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് നഷ്ടം. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിലും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ മണി ലോണ്ടറിങ്ങിൻ്റെ ഇതും കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് പിന്നീട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇന്ത്യൻ രൂപ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമുക്ക് റീഫണ്ട് കിട്ടുന്നതെങ്കിൽ അത്തരം കമ്പനികളിലേക്ക് തന്നെ, അത്തരം ആപ്പുകളിൽ മാത്രം ഡീല് ചെയ്യാൻ വേണ്ടി പ്രത്യേകം എന്താ പറയുക ശ്രദ്ധിക്കുക. അതേപോലെ മറ്റൊരു ടീംസ് ഉണ്ട്, അവർ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള പബ്ലിസിറ്റി കൊടുത്ത് ആൽഗോ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കോപ്പി ട്രേഡിങ്ങിൻ്റെ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നത് ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിച്ച് വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് സോഫ്റ്റ്വെയർ, അത് ട്രേഡേഴ്സിനെയാണ് കൂടുതലും പെടുത്തുക. ഇൻഡിക്കേറ്ററുകളും അതേപോലെ ആപ്ലിക്കേഷൻ അല്ല, സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ കാശ് ആ സോഫ്റ്റ്വെയറിന് അഗെയിൻസ്റ്റ് വാങ്ങിക്കുക. അതിനകത്ത് തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾ നമുക്ക് രേഖകളിൽ എവിടെയും ഉണ്ടാവില്ല. അത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് വരും ഇത് ഉപയോഗിച്ചാൽ, അങ്ങനെയൊക്കെ അതൊന്നും രേഖകളിൽ ഉണ്ടാവില്ല. നമ്മൾ നിയമപ്രകാരം ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചു എന്നതിന് മാത്രമേ രേഖ ഉണ്ടാവുള്ളൂ. നിയമപ്രകാരം ആ സോഫ്റ്റ്വെയർ തരികയും ചെയ്തിട്ടുണ്ട്. സോ അതും ഫൈനലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ 50,000 രൂപയ്ക്ക് വാങ്ങിച്ച സോഫ്റ്റ്വെയർ 53,500 വാങ്ങിച്ച സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5 ദിവസം കൊണ്ട് 55,000 രൂപ നമുക്ക് നഷ്ടം വരും. നമ്മൾ അതോടുകൂടി ഈ സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ പാട്ടിന് പോവുകയും ചെയ്യും. കാരണം 53 സോഫ്റ്റ്വെയറിനും പോയി, 50,000 രൂപ അല്ലെങ്കിൽ 55,000 രൂപ ഇതിനും പോയി. അപ്പോൾ മൊത്തത്തിൽ വലിയൊരു നഷ്ടം വന്ന് ഒന്നിൽ നമ്മൾ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ വാഷ് ഔട്ട് ആയിട്ടുണ്ടാവും. അതോടുകൂടി അവരത് നിർത്തിപ്പോവും. അല്ലെങ്കിൽ വീണ്ടും അവർ വേറെ എന്താ പറയുക മറ്റൊരു തട്ടിപ്പും തേടിയിട്ട് മറ്റൊരു തട്ടിപ്പിൽ തല വച്ച് കൊടുക്കാനായിട്ട് ഷോർട്ട് കട്ടുകൾ തേടിയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ സിംപിളി സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരു എന്താ പറയുക എളുപ്പം പണക്കാരനാകാം എന്നുള്ള, അല്ലെങ്കിൽ വലിയ പണക്കാരൻ എന്ന രീതിയിൽ ഒരു കമ്പനിയൊക്കെ നിങ്ങൾക്കറിയാലോ. അതൊക്കെ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ നല്ല ജെന്യൂൻ ആയിരുന്നു, പിന്നീട് ഇതിലോട്ട് പോയതാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് ഒരു ഇങ്ങനെയുള്ള വലിയൊരു സ്കാം ഉണ്ടായിരുന്നു. അതൊന്നും എവിടെയും പോലീസ് കേസോ കാര്യങ്ങളോ ഒന്നും ആവാതെ പ്രാഗിക്കൊണ്ട് കൊണ്ട് തൊലയിട്ട് അവനൊരു കാലത്തും രക്ഷപ്പെടില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് ശപിച്ചങ്ങ് വിടുന്ന ഒരു സംഭവം മാത്രമേ അതിനകത്തൊക്കെ ഒരു ബാക്കി പത്രമായിട്ട് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 15,600 രൂപ 15,640 രൂപയും പെർ ഷെയറായിട്ട് നമ്മുടെ നാട്ടിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആദ്യം ഈ തട്ടിപ്പിൻ്റെ ആൾക്കാരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയിൽ വന്നിട്ട് അവിടെ ഉള്ളതിൽ നല്ല ഒരു ബിൽഡിങ് നോക്കി, അതായത് അണ്ടർ കൺസ്ട്രക്ഷനുള്ള പണി തീരാത്ത ബിൽഡിങ്ങുകളിൽ വന്നിട്ട് അഡ്വാൻസ് ഒരു 15,000 5,000 20,000 അഡ്വാൻസ് കൊടുത്തിട്ട് അവരവിടെ വലിയൊരു ബാനർ ഇട്ടിട്ടുണ്ട്. കമ്മിങ് സൂണിൻ്റെ ഒരു ബാനർ ഇട്ട് ഇന്ന പോലത്തെ വലിയൊരു എന്താ പറയുക മൾട്ടി ലെവൽ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആകുന്നു മറ്റൊരു ബാനർ അവിടെ കെട്ടിയിടും. അത്രയാണ് അവർക്ക് ചിലവുള്ളൂ. എന്നിട്ട് അവർ പിന്നെ ചെയ്യുന്നത് മാർക്കറ്റിൽ ഇറങ്ങി പബ്ലിസിറ്റി കൊടുത്ത് ഇതാ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്, ഷെയർ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 15,600 എങ്ങാണ്ടാണ് ആ സമയത്ത്, ഒരു 2012-13 ആ സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ
അങ്ങനെ ഒരുപാട് പേരുടെ ഇവിടെ ഈ ബാനർ ഇങ്ങനെ കെട്ടി തൂങ്ങിയതാണ്, എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. അപ്പോൾ പരിചയക്കാരായിരിക്കും റെഫർ ചെയ്യുന്നത്, അതുവഴി ഒരുപാട് പേര് പണം കൊണ്ടിടും. ഈ സൂപ്പർ മാർക്കറ്റ് ആ ബാനർ അവിടെ തൂങ്ങുന്നതല്ലാതെ പിന്നീട് ഒരിക്കലും ഈ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആകാറില്ല. കാരണം കുറേ നാൾ കഴിയുമ്പോൾ ബിൽഡിംഗ് ഓണർ തന്നെ അത് വലിച്ചേറി അങ്ങ് ദൂരെ കളയും. അപ്പോൾ ആൾക്കാരൊക്കെ ചെന്ന് ചോദിക്കും, അപ്പോൾ പറയാം അവർ കാശൊന്നും തന്നില്ല, അവർ അഡ്വാൻസ് തന്നതേ ഉള്ളൂ, എന്നിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല, ഇപ്പോൾ അവർ വന്നിട്ടില്ല, അവർ പോയി എന്ന് പറയും. അപ്പോൾ അതോടുകൂടി ഈ അത്രയും ആൾക്കാരുടെ അതിന് ആ സമയം കൊണ്ട് ഈ കാശ് വാങ്ങിച്ചവർ ഈ നാടും വിട്ട് ഏതെങ്കിലും നാട്ടിലെത്തി പുതിയ തട്ടിപ്പിൻ്റെ പരിപാടികൾ റെഡിയാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റ് ഓഹരികളിൽ തട്ടിപ്പ് നടത്തുന്നത്. ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ തട്ടിപ്പുകളായാലും എന്തായാലും ഇതൊക്കെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അല്ലേ. കേരളത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റു നാടുകളിൽ ഒന്ന് ഇത്രയും ആൾക്കാരുടെ കയ്യിൽ ഇത്രയും പണം ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയവനാണെങ്കിൽ ഒരാൾ വന്ന് പൈസ ചോദിക്കുമ്പോൾ എളുപ്പം ഒന്നും കൂടെ ആലോചിക്കും ഇത് ജെന്യുവിൻ ആണോ എന്നുള്ളത്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈസി മണി കുറേ ഉണ്ട് മലയാളികളുടെ അടുത്തുനിന്ന്, പ്രത്യേകിച്ച് ഗൾഫിൽ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷേ അവിടെ കിട്ടുന്ന പണത്തിന് മൂല്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പണം കയ്യിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൽ നിന്നും ഒരു റിട്ടേൺ വേണം. പിന്നെ പല ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിലും അങ്ങനെയുള്ളവർക്ക് അണ്ടർ ദ ടേബിൾ കിട്ടിയ കുറേ പൈസകളുണ്ടാവും. ഇതൊക്കെ ഏത് രീതിയിലും ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കാതെ വരും. അല്ലെങ്കിൽ കയ്യിൽ കാശ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുതരം ചൊറിച്ചിലുണ്ടാവും, ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടണം എന്നുള്ളത്. അങ്ങനെ അത് ചിലപ്പോൾ സ്വന്തം വീട് വിറ്റ കാശായിരിക്കാം, അല്ലെങ്കിൽ അത് കാരണം സാമ്പത്തികം എങ്ങനെയാണ് മണി മാനേജ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇമോഷണലി ഒരു ബ്രെയിൻ വാഷിങ് വരുമ്പോൾ അവരതിനകത്ത് പെട്ടുപോകും. അതാണ് സത്യാവസ്ഥ. സ്വാഭാവികമായിട്ടും ഏതൊരാളും സിംപ്ലി പൈസ കൊണ്ടുപോയി കൊടുക്കും. നമ്മളെ മലയാളികൾ മറ്റുള്ള നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ പട്ടിണി അടക്കാണ് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചിരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലും കിട്ടില്ല. പക്ഷേ കേരളത്തിലൊന്നും വന്നു കഴിഞ്ഞാൽ ഒരാളും പട്ടിണിയൊന്നും കിടക്കില്ല. വളരെ ഈസി ആയിട്ട് അയാൾക്ക് 24/7 ശാപ്പാട് അടിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ. കാരണം നമ്മളെ മാനസികാവസ്ഥ അങ്ങനെയാണ്. എല്ലാവരും നമ്മൾ വളരെ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് മറ്റുള്ള നാട്ടുകാർ മലയാളികളും ഉണ്ട് അതിനകത്ത്, അതുകൂടാതെ മറ്റുള്ള നാട്ടുകാർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ പ്രശ്നമായി പോകുന്നത് ചില പാവങ്ങൾ കടം വാങ്ങിച്ച് ലോൺ എടുത്തിട്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് പൈസ കൊടുക്കും. അവർ പിന്നീട് വല്ലാതെ തെരുവിലായി പോകും. കാരണം വീടും ഉണ്ടാവില്ല, കിടപ്പാടം ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ടും. പിന്നെ ചില ആൾക്കാരുടെ അക്കൗണ്ട്, അതായത് നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആപ്ലിക്കേഷൻസിൻ്റെ ബേസിൽ അതൊക്കെ എന്തെങ്കിലും രീതിയിൽ മണി ലോണ്ടറിങ്ങോ അങ്ങനെയൊക്കെ ചെയ്ത കമ്പനികളിൽ നിന്നും പണം നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ പണം വന്നിട്ടുണ്ടാവും ഇത്തരം എന്തെങ്കിലും ഉടായ്പ കമ്പനി എന്നായിരിക്കും. അപ്പം നോർമലി ഇപ്പോൾ എൻഫോഴ്സ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ആൾക്കാരും സോഴ്സ് ഓഫ് ഇൻകം ചോദിച്ചിട്ടൊക്കെ നമ്മളെടുത്ത് വരും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുക, ഈ കമ്പനി ഈ സ്പെസിഫിക് കമ്പനിയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ബന്ധം, ഈ കമ്പനിയായിട്ട് എന്താണ്. നമ്മളപ്പോൾ പലതും പറയാൻ ശ്രമിക്കും, പക്ഷെ അവർക്കൊക്കെ വേണ്ടത് റിട്ടേൺ. കാരണം ഇതൊരു രേഖാമൂലമാണ് ഈ പണം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് രേഖാമൂലമുള്ള പ്രൂഫാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്താൽ അത് ഈ കമ്പനിയായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല. ആ കമ്പനി അതിൽ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്താൽ അതിൽ നിന്നല്ലേ വരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെയുള്ള ലീഗൽ ഇഷ്യൂസൊക്കെ ചിലപ്പം ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ അതിൽ നിന്നും എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇന്ത്യയിലെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന പല സംവിധാനങ്ങളുണ്ട്. റിസ്ക് ഉള്ളതും റിസ്ക് ഇല്ലാത്തതൊക്കെ ഉണ്ട്. ഏറ്റവും റിസ്ക് അതായത് ഷോർട്ട് കട്ട് നിങ്ങൾ മനസ്സൊന്ന് ഉപേക്ഷിക്കുക. ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതായത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു സൊല്യൂഷൻ ഈ ലോകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിയും കഴിവുള്ള ഒരുപാട് കാശ്, ഇഷ്ടം പോലെ കാശുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്, എല്ലാത്തിനും കഴിവുള്ള അവർ കൊണ്ടുപോയിട്ട് അതിനകത്ത് കാശിട്ട് നമ്മളെക്കാൾ മുൻപേ ഷോർട്ട് കട്ടിലൂടെ പൈസ ഉണ്ടാക്കില്ലേ. അപ്പോൾ അത് ഒരിക്കലും സാധ്യമല്ല. ഷോർട്ട് കട്ടിലൂടെ എളുപ്പ വഴിയിൽ പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ അത്തരം നിക്ഷേപങ്ങളിലേക്ക് ചെന്ന് പെടാതിരിക്കുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ചെറിയ രീതിയിൽ ഒരു മാസത്തിൽ 1% കൂടുതലൊക്കെ ആരെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോട്ടെ, നമുക്കൊരു 5% പറയാം. 5% ഒരു മാസത്തിൽ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ
ഫ്രോഡായിരിക്കും, തട്ടിപ്പായിരിക്കും എന്നത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ രീതിയിലുള്ള വല്ല ലിക്കർ ബിസിനസ്സോ അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ബിസിനസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പം അത്തരം റിട്ടേൺസ് കൊടുക്കാം. പക്ഷേ അത് നിയമപ്രകാരം നമ്മുടെ നാട്ടിൽ ചെയ്യാനും പറ്റില്ല. ഒരു മാസത്തിൽ 1% എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 12%. നമുക്ക് FD ഇട്ടാൽ പോലും 7-8 അല്ലെങ്കിൽ ഇപ്പോൾ സഹകരണ ബാങ്കിൽ പരിചയത്തിൻ്റെ മുകളിൽ ഇട്ടാൽ പോലും മാക്സിമം 8.25-9% ഒക്കെ ആയിരിക്കും കിട്ടുക റിട്ടേൺ ആ FDക്ക്. അപ്പോൾ ആ 8.5-9% കൂട്ടിക്കുക, നമുക്കതിൻ്റെ 1.5 ഇരട്ടി ഒരു 14-15% ഒരു വർഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതിൽ കൂടുതൽ ആൾക്കാർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അലാമിങ് ആയിരിക്കണം, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. കാരണം നോർമലി ഏതൊരു ബിസിനസ്സിലും അത് പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു വർഷത്തിൽ. മാത്രമല്ല ഇപ്പോൾ ഒരു കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി ഒരു വർഷത്തേക്ക് 50% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം മെഡിസിൻ്റെ ആ കൊറോണ കാലത്തൊക്കെ ഒരുപാട് കമ്പനികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, 200% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് പിന്നീട് ഒരു ഓഫ് സീസൺ വരുമ്പോൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ഈ കിട്ടിയ വലിയ പ്രോഫിറ്റ് അവിടെ മാറ്റി വെച്ചിട്ട് അതിൽ ചെറിയത് മാത്രമേ ആൾക്കാർക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ ഡിവിഡൻ്റായിട്ട്. ബാക്കിയൊക്കെ അവർ അവിടെ റിസർവ് ഫണ്ടായിട്ട് വെക്കും. കാരണം സീസണൽ ബിസിനസ് ആണെങ്കിൽ ഓഫ് സീസൺ വരും, അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യണം. ഈ തേനീച്ചകളൊക്കെ തേൻ സൂക്ഷിച്ച് വെക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ അണ്ണാൻ കണ്ടിട്ടില്ലേ, ഈ ചെറിയ ചെറിയ കായ്കനികൾ കൊണ്ട് മരത്തിൻ്റെ ഇതിനകത്ത് വയ്ക്കുന്നത്, അതുപോലെ അവർ ഈ ഫണ്ട് അവിടെ റിസർവ് വയ്ക്കും. പിന്നീട് ഒരു ഓഫ് സീസൺ വരുമ്പം കമ്പനി റൺ ആവണം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ബിസിനസ് അത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ്സും ഒറ്റയടിക്ക് വലിയ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള കാശ് അടിച്ചു മാറ്റാൻ ചുറ്റുവട്ടത്തെ ആൾക്കാരുണ്ട്. അത് നിങ്ങളെ തല്ലിക്കൊന്നിട്ടായാലും നിങ്ങളെ തള്ളി താഴെ ഇട്ടിട്ടായാലും നിങ്ങളുടെ കയ്യിലുള്ള കാശ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരൊക്കെയും. നിങ്ങളുടെ അടുത്തേക്ക് എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതിനകത്ത് ഒന്ന് ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് ഈ വരുന്ന വ്യക്തിക്ക് വലിയതല്ലാതെ ചെറിയ രീതിയിലുള്ള എന്തോ ഒരു ബെനിഫിറ്റ് അതിലുണ്ട്. അല്ലാതെ നോർമലി നമ്മളാരും തന്നെ എന്താ പറയുക ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് ബിസിനസ് പ്രോഫിറ്റ് കിട്ടുന്ന കാര്യത്തിൽ മറ്റുള്ളവരെ സജസ്റ്റ് ചെയ്യാറില്ല. എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ മറ്റൊരാളുടെ മുന്നിലേക്ക് ഈ സംഭവം കൊണ്ടുപോയി പരിചയപ്പെടുത്തുക. അല്ലാണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കാൻ ആരും തന്നെ നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ബിസിനസ് പ്രൊപ്പോസലുമായിട്ട് ഒരാൾ വരാതെ ആ ബിസിനസ്സിൻ്റെ ഓണർ അല്ലാത്ത വേറൊരാൾ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഒന്നുകിൽ ആ ബിസിനസ്സിലൊരു ഫ്രോഡ് നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന കമ്മീഷൻ ഏജൻ്റാണ്, ഈ വന്നിരിക്കുന്ന അദ്ദേഹത്തിന് അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത്. സോ സ്വാഭാവികമായിട്ടും കമ്മീഷൻ ഏജൻ്റായി വർക്ക് ചെയ്യുന്നത് ഒരു വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന കമ്മീഷൻ എവിടെ നിന്നാണ്, എന്താണ് ബിസിനസ്സിൻ്റെ മോഡൽ, അവരെങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്, ഒരാളോട് കാശ് വാങ്ങിച്ച് അത് വീതം വെച്ച് 10 പേർക്ക് കൊടുക്കുന്ന അത്തരം ബിസിനസ്സാണോ, മണി ചെയിൻ പോലെയുള്ള ബിസിനസ്സാണോ, ഇതിനകത്ത് ജെന്യൂനായിട്ട് ശരിക്കും എന്തെങ്കിലും പ്രൊഡക്ട്സ് സെല്ലിങ്ങും ബൈയിങ്ങും നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള. ഇപ്പോൾ ഏറ്റവും കൂടുതൽ OTT പ്ലാറ്റ്ഫോംസിൻ്റെ പേര് പറഞ്ഞാണല്ലോ പറ്റിക്കുന്നത്. OTT പ്ലാറ്റ്ഫോംസിൽ എത്ര വരുമാനം ഉണ്ടാവും എന്നുള്ളത് സാധാരണക്കാർക്ക് ഊഹിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ AI-യുടെ പേരിൽ അത് ഭയങ്കരമായിട്ട് ഇപ്പം പൊങ്ങി വരുന്ന ഒരു തട്ടിപ്പാണ്. AI-യുടെ പേരിൽ അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് ഇല്ലാത്ത സംഭവങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത സംഭവങ്ങൾ പെരുപ്പിച്ച് കാണിച്ച ആൾക്കാരുടെ കാശടിച്ച് മാറ്റുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ കെയർഫുൾ ആവുക. നിങ്ങളുടെ കയ്യിലുള്ള കാശ് നിങ്ങൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ടൂറ് പോയിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ കാശ് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒന്നും അറിയാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അയാൾ സുഖമായി ജീവിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ പെട്ടു പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.